ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ കുറച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് കുറച്ച് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് കഴിക്കത്തില്ലേ, അതുപോലെ ആക്കിയിട്ട് ഞാനും മോളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒന്ന് കടയിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ നമുക്കെന്താ പെരുന്നാളിന് കിട്ടിയ കുറച്ച് ബീഫിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം അത് കറിയല്ല, എന്താ ഒരു റോസ്റ്റ് പോലെയൊക്കെ ആക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരുപാടങ്ങ് ഗ്രേവി ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് കൊത്തി നമുക്ക് വേവിക്കാനായിട്ടോ, പുഴുങ്ങാനല്ല, വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ള കപ്പയാണേ. അപ്പോൾ നല്ല കപ്പയാട്ടോ, നല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, നല്ല കപ്പയാണെന്ന് മേടിച്ചവരൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ കപ്പയും ബീഫ് കറിയും ഉണ്ടാക്കാനാണ് പ്ലാന്. പിന്നെ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറ്റം അടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇവിടെ പാത്തു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ പറയുകയാണ് ആൾ. പക്ഷേ ഞാൻ വോയിസ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഭയങ്കര സൗണ്ടും ഒക്കെ ഉണ്ട്, കോഴി പോകുന്നതും കാക്കയുടെ ഒക്കെ ആയിട്ട് ഭയങ്കര സൗണ്ട്. അതുകൊണ്ട് ഞാൻ ആ സൗണ്ട്, ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ അങ്ങ് സൗണ്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ഒന്ന് വെട്ടി നുറുക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി കുക്കറിലോട്ട് വെച്ച് കൊടുക്കാവേ. ബീഫ് കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് മുറ്റിയ ബീഫൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് പരുവത്തിലൊക്കെ ആക്കി എടുക്കാമെന്നാണ് ഒരു പ്ലാൻ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, എന്തൊക്കെയുള്ള കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ വീഡിയോയിൽ ആരെയും കാണുന്നില്ല. പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണോ, ടൂർ റെഡിയാണോ, പിള്ളേർക്കൊക്കെ വെക്കേഷനല്ലേ, അപ്പം അങ്ങനെ ഒരു പരിപാടിയിലൊക്കെ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അതിന് വീഡിയോ കണ്ടിട്ടില്ലയോ, കാണാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ സ്ഥിരം എന്താ കമൻറ്റ് ഇടുന്ന ആൾക്കാരെയൊന്നും ഇപ്പം കമൻറ്റിൽ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രീ ആവുന്ന ടൈമിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുക്കറിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കപ്പ അഥവാ ചീനി വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. തേങ്ങ അരയ്ക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ തേങ്ങ നമ്മൾ ചക്കയ്ക്കൊക്കെ അരച്ചെടുത്തില്ലേ, അതുപോലെ പിന്നെ അങ്ങ് അരച്ചിടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കും, അത്ര തന്നെ. ബീഫാണെങ്കിൽ ഒരു ഇച്ചിരിയേ ഇരിപ്പുള്ളായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ഉച്ചനേരത്തേക്കുള്ളൊരു കറിക്ക് വേണ്ടിയിട്ട്. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വെക്കാം, പരിപ്പ് കറി എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചവിടെ എടുത്തിട്ടുണ്ട്. ഉള്ളിയും കൊച്ചുള്ളിയും ഒക്കെ, വലിയ ഉള്ളിയും കൊച്ചുള്ളിയും ഒക്കെ അവിടെ പൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകിട്ട് കൊത്തിയതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കൊച്ചുള്ളി കേട്ടോ, ബീഫിന് കൊച്ചുള്ളിയാണല്ലോ വേണ്ടത്. അപ്പോൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവോളയും കൂടെ കരിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇരുമ്പുചട്ടി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കുക്കായി കിട്ടും, നല്ല ചൂടല്ലേ ഇരുമ്പിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസം 7-ന് നമ്മുടെ നസീമത്തായൊക്കെ ഉംറയ്ക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു, ഉംറയാണല്ലോ ഏറ്റവും വലിയത്, അപ്പം ഉംറ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉംറയ്ക്ക് പോവുകയാണെന്നുള്ളത്. അപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ദുആയിൽ നിങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, വഴുതനങ്ങ മുറിച്ചിടുന്നത്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങൊക്കെ ഇടാറുണ്ട്, വഴുതനങ്ങ ബീഫ് കറിയിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാൻ തോന്നുന്നു. നമ്മൾ ഞണ്ട് കറിയിലൊക്കെ വഴുതനങ്ങ ഇടാറുണ്ട് കേട്ടോ. ബീഫ് കറിയിൽ വഴുതനങ്ങ ഇടുന്നത് ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ടേസ്റ്റ് കഴിച്ച ആ ഒരു വീഡിയോയിൽ കമൻറ്റിലെല്ലാം നല്ല അഭിപ്രായമൊക്കെ കിടക്കുന്ന കണ്ടു. ഞാനിതിൽ വഴുതനങ്ങ വെട്ടിയിട്ടിട്ട് ഇനി ചളവായി പോയി കഴിഞ്ഞാലേ ശരിയാവത്തില്ല കേട്ടോ, ഇവിടെ ഭൂകമ്പം ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ തേങ്ങാക്കൊത്തും ഇട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചധികം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സോറി, കുരുമുളക് പൊടി ഇപ്പോഴാണ് ഇട്ടത്, ഗരം മസാലപ്പൊടി. അപ്പോൾ ആദ്യം ഇട്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആയിരിക്കും കേട്ടോ.
എല്ലാം പോയി കിടക്കുക, അതാ കുഴപ്പം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ പൊടികളും ആ ഉള്ളിയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇറച്ചിയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇരുമ്പ് കുഞ്ഞിരുമ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചേ ഇനി കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് തിളച്ച് പുറത്തോട്ട് ആകുമോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, അതിൽ കിടന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെരുന്നാളിന് വെച്ച ഇറച്ചിക്കറി അത്ര പോരായിരുന്നു എന്നെനിക്ക് തോന്നി. ഇത് വെച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ചുവയും എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പയും വേവിച്ച് വേറൊരു കലത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. കപ്പ പെട്ടെന്ന് അങ്ങ് വെന്ത് പോയി. നല്ല വേവുന്ന കപ്പ, നല്ല വേവുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവുന്ന കപ്പയാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് വെന്തു, ആ വെള്ളമൊക്കെ അങ്ങ് വറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ആ കോരി നല്ല കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടിയൊക്കെ എടുത്ത് കേട്ടോ. അതിൽ നിന്ന് ഞാനൊന്ന് കഴുകുന്നത് പോലെയൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കുത്തി ഉടയ്ക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് കുഴഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ബീഫ് കറിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അന്ന് നമ്മൾ പെരുന്നാളിന് മേടിച്ചിട്ടുള്ള മല്ലിയില കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തേ. പിന്നെ അതിൽ കുറച്ച് കോവയ്ക്കയും കൂടെയൊക്കെ മെഴുക്കുരട്ടിക്ക് അപ്പുറത്ത് അടുപ്പിലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഉള്ളതൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് സെറ്റാക്കി അതും ഒന്ന് മെഴുക്കുരട്ടിയൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫ് കറിയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളും കാര്യങ്ങളും. വേറെ ക്ലീനിങ്ങും പരിപാടിയും ജോലിയും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.